ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. കുറേ നാളായില്ലേ എൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട്. എൻ്റെ ശബ്ദം കേൾക്കാതെ വിഷമിക്കുന്ന യൂട്യൂബ് ഫാമിലിയുള്ള എൻ്റെ മെമ്പേഴ്സിന് അറിവിലേക്ക് ശബ്ദമില്ലായിരുന്നു മക്കളെ, ഊമയായിരുന്നു കുറച്ച് കാലം. കാരണം പ്രതിയായിട്ട് ഞങ്ങൾ കണ്ടെത്തിയത് വത്തക്കയാണ്. വരാത്ത നോപ്പിന് വത്തക്ക കഴിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഹോൾ ഫാമിലി മക്കളടക്കം ഓടപഴുത്ത് വായ പൊള്ളി നാക്കിൽ കൊണ്ട് കുടിക്കാൻ വെള്ളം പോലെ തൊണ്ടയിൽ കൂടെ ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. നരക യാതനയായിരുന്നു. ക്ഷീണത്തിനും വിശപ്പിനും കൂടിയിട്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കഴിച്ചത് ഇളനീ ജ്യൂസായിരുന്നു കേട്ടോ. അത് തണുപ്പിച്ചിട്ട് വേറെ ഒന്നും തൊണ്ടയിൽ കൂടെ അറിയില്ലായിരുന്നേ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ മടവൂരിലേക്കൊന്ന് വന്നതാണ്. അവിടേക്ക് പോണേ മുന്നേ ചെറിയതോരൊക്കെ വലിയതോരൊക്കെ ലൈറ്റായിട്ട് ഞാൻ റെഡിയാക്കിയിരുന്നു. തലേന്ന് നമ്മൾ പുറത്തുനിന്ന് മന്തി കഴിച്ചതല്ലേ, എന്നും പുറത്തുനിന്ന് ശരിയല്ലല്ലോ. എന്നാലും വരുമ്പോൾ ക്യാരറ്റ് കേക്കും 2 കട്ട്ലേറ്റ് വാങ്ങി. അത് നൈസായിട്ട് നമുക്ക് മറന്നു കളയാം. അപ്പോൾ വലിയതോരക്ക് റെഡ് മീറ്റ് പോത്താട്ട വാങ്ങിയത്. അത് കുരുമുളക് ഇട്ട് വെച്ച്. കുരുമുളക് നല്ല കോമ്പിനേഷനാണ് റെഡ് മീറ്റിന്. പുട്ട് അധികം വീട്ടുകളിൽ റമദാനിൽ ഉണ്ടാവും. കാരണം എന്താ, പെട്ടെന്ന് ഉണ്ടാക്കാം, വേവിച്ചാണ് വയറ് നിറയും. പോത്ത് ഞങ്ങളുടെ വീട്ടിൽ 2 മാസത്തിന് ശേഷമായിട്ടാണ് വരുന്നത്. സംഭവം എന്താ വെച്ചാൽ ഹൈപ്പർതൈറോയിഡിസം ഉള്ള എന്നെ പോലത്തെ ആൾക്കാർക്ക് റെഡ് മീറ്റ് നല്ലതല്ല. സോ ഞാൻ ഒഴിവാക്കിയത് കണ്ടപ്പോൾ എൻ്റെ കെട്ടിന് കൂടെ കൊണ്ടുവരുന്നുമില്ല. എനിക്കാണെങ്കിൽ കൊതി ആയിട്ടും പാടില്ല. അവർ ഇക്കാക്കൻ്റെ ഫേവറേറ്റുമാണ്. അപ്പോൾ ഇക്കാക്കനെ കൺവിൻസ് ചെയ്ത് പെപ്പർ കൂട്ടി ഒരു കറി ഉണ്ടാക്കി കൂട്ടിക്കുഴച്ച് നോമ്പ് തുറന്ന് മക്കളെ വെണ്ണ പോലത്തെ പൊത്തു. വാവ് ബൈ.